നിലവിലുള്ള ഇസ്ലാമിക വിശ്വാസാചാരങ്ങളെ പ്രാമാണികമായി സമൂഹത്തിനകത്ത് പറയുകയും പ്രചരിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചതും പ്രവർത്തനം ആരംഭിച്ചതും. ആദർശപരമായ കാര്യങ്ങൾക്കാണ് സ്വാഭാവികമായും അത്തരമൊരു പ്രസ്ഥാനം പ്രാമുഖ്യം നൽകുക. ഈ 100 വർഷ കാലയളവിനിടയിൽ ഇന്നുവരെ ആദർശപരമായ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കി ഈ പ്രസ്ഥാനം മുന്നോട്ടു പോകേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണമില്ലാത്ത വിധം വളരെ സത്യസന്ധമായി ആ വിശുദ്ധ ആദർശത്തോട് ബാധ്യത നിർവഹിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികത്തിലേക്ക് എത്തുന്നത്. ഈ 100 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ മതരംഗത്ത് വന്നിട്ടുള്ള ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ, ആശയപ്രചാരകർ, വ്യക്തികൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു പല സംരംഭങ്ങൾ, അതിൻ്റെ ശരിതെറ്റുകൾ യഥാസമയം ഈ സമൂഹത്തിനകത്ത് നിർണയിച്ചു കൊടുക്കാനും ബോധവൽക്കരിക്കാനും സമസ്തക്ക് സാധിച്ചു. പല പ്രസ്ഥാനങ്ങളെയും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് ശരിയല്ല, അതിനെ മുസ്ലിം സമുദായം പിൻപറ്റാൻ പാടില്ല എന്ന് കർശനമായി സമസ്ത പറഞ്ഞു. ഇടയ്ക്കിടെ പല പ്രസ്ഥാനങ്ങളും ഇങ്ങനെ കടന്നു വരുമ്പോൾ പുതിയ പുതിയ ആശയപ്രചാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിലെ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴൊക്കെ യഥാസമയം സമസ്ത കേരള ജംഇയ്യത്തുലും ഇടപെട്ടുകൊണ്ട് അതിൻ്റെ നേരും നിറയും കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കും. ഇന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റു പ്രചാരണ ഉപാധികളൊക്കെ വികസിച്ചു വന്നത്. നേരത്തെയൊക്കെ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കും, ആ തീരുമാനം പരസ്യമായിട്ട് പ്രഖ്യാപിക്കും, പിന്നെ ആ തീരുമാനം വിശദീകരിക്കാൻ വേണ്ടി ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർക്കും. ആ സമ്മേളനത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് ആ വിശദീകരണം കേട്ടുകൊണ്ട് അത് കേട്ട ആളുകൾ പിന്നീട് മഹല്ലുകളിൽ, മദ്രസകളിൽ, സ്ഥാപനങ്ങളിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, അതാത് പ്രദേശങ്ങളിൽ ആവശ്യമായവർക്ക് ആ സന്ദേശം കൈമാറിക്കൊണ്ട് സമസ്തയുടെ തീരുമാനം ഇതാണ്, ഇനി അതിന് അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് സമൂഹം സ്വയം തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇത് ഒരു കീഴ്വഴക്കമാണ്. ഇത് കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ശീലമാണ്. അത് സമൂഹത്തിൽ അത്രത്തോളം ഈ പ്രസ്ഥാനത്തിന് വിശ്വാസ്യതയുണ്ടായതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണെങ്കിലും ആശയങ്ങളെക്കുറിച്ചാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമമായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെയും പ്രഖ്യാപനങ്ങളെയും ഒക്കെ അതിനെ യഥാവിധി ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ആളുകൾ ബോധപൂർവം അതിനെ മറച്ചു പിടിക്കാൻ ഇവിടെ പ്രയോഗിക്കുന്ന ഒരു പുതിയ തുറുപ്പിച്ചൂട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലുള്ള അവാന്തര വിഭാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സമുദായത്തിനകത്ത് തന്നെ വളർന്നു വന്നിട്ടുള്ള എന്തെങ്കിലും പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, സംരംഭങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ കണിശമായി അകറ്റി നിർത്തുന്ന തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് സമുദായത്തിൽ കൂടുതൽ ഭിന്നിപ്പും വിഭാഗീയതയ്ക്കും കാരണമാകും. ഇന്ന് മുസ്ലിം സമുദായം അനൈക്യപ്പെടേണ്ട സമയമല്ല, സമുദായത്തിൽ വിഭാഗീയത ഉണ്ടാകേണ്ട സമയമല്ല. സമുദായം പരമാവധി ഒരുമിച്ച് നിൽക്കേണ്ട, ഐക്യപ്പെട്ട് നിൽക്കേണ്ട, ഭിന്നിപ്പിനൊന്നും ഒരു പഴുതും കൊടുക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. ഈ ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ സമുദായത്തിൽ ഭിന്നിപ്പും അസ്വാരസ്യവും ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ സമസ്തയെ പോലെയുള്ളൊരു പണ്ഡിത സഭ പറയാനും പ്രഖ്യാപിക്കാനും പാടുണ്ടോ എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അത്തരം ആളുകളെ വിമർശിക്കാനോ ആക്ഷേപിക്കാനല്ല ഈ ഭാഗം പറയുന്നത്. നമ്മൾ അറിയേണ്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പിനും അവസരം ഒരുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ തെറ്റിദ്ധരിക്കാൻ അവസരം കൊടുക്കുന്ന ഏത് സാഹചര്യത്തെയും
യഥാസമയം അതിനെ അവസാനിപ്പിക്കുക, അതിനെ മൂടിവെക്കുക, അതിനൊരിക്കലും സമൂഹത്തിന്റെ മുമ്പിലേക്ക് തുറന്നു വെക്കാതിരിക്കുക എന്നത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കണിശമായിട്ടുള്ള സമീപനമാണ്. അത് സമുദായത്തിന് നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിശ്വാസികളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുന്നതിന് ആവശ്യമാണ്. സമുദായത്തിന്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ്. സമുദായം മുന്നോട്ട് പോകേണ്ട വിശ്വാസപരമായി, ആദർശപരമായി, കർമ്മപരമായി അവർ മുന്നോട്ട് പോകേണ്ട ആ ഭദ്രതമായ ആ ചട്ടക്കൂടിന് അനിവാര്യമാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ കാര്യത്തിൽ അത്തരമൊരു സമീപനം സ്വീകരിക്കാറുള്ളത്. ഞാൻ 1-2 ഉദാഹരണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കേരളത്തിൽ ഏകദേശം സമസ്തയോളം പഴക്കമുള്ള, കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ ശിർക്കും കുഫറും ആരോപിച്ച ആളുകളാണ്. ഇത് നമ്മൾ ആരോപിക്കുന്ന കാര്യമല്ല, അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പ്രഭാഷണങ്ങളിലുമൊക്കെ വ്യാപകമായി ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഐക്യത്തെക്കുറിച്ച് പറയുന്ന ആളുകൾ, വിഭാഗീയതക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, സമുദായത്തിന്റെ ഭിന്നിപ്പിൽ ഭയപ്പെടുന്ന ആളുകൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നിമിഷം വരെ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനക്കെതിരെയും ശിർക്ക് ആരോപിച്ചിട്ടില്ല. ബഹുദൈവ വിശ്വാസികളാണ് നിങ്ങളെന്ന ഗൗരവതരമായ ക്രൂരമായ ആരോപണം ഉന്നയിച്ചിട്ടില്ല. എല്ലാ ബിദായി പ്രസ്ഥാനങ്ങളെക്കുറിച്ചും സമസ്തക്ക് കാഴ്ചപ്പാടുണ്ട്, സമസ്ത അതിനെ വിമർശിക്കാറുണ്ട്, അവരുടെ ആശയപരമായ വ്യതിയാനങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, സമുദായം അവരിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു വിശ്വാസി സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ ശിർക്ക് ചെയ്യുന്നവരാണ്, മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ് എന്ന ആരോപണം എത്ര ഗൗരവതരമാണ്, എത്ര ക്രൂരമാണ്. ഒരു വിശ്വാസത്തിന്റെ 1000-ലൊരു അംശം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളുടെ ഭാഗത്ത് വരാൻ പാടുള്ള പരാമർശമാണോ? ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ബിദായി പ്രസ്ഥാനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയായിട്ടുള്ള ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണിത്. എന്താണ്? ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ മതി. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ഇങ്ങനെ ബഹുദൈവ വിശ്വാസികളെന്ന അപകടകരമായ ക്രൂരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുതേ എന്നൊരു ഉപദേശം ഇന്നുവരെ കൊടുത്തതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇത് ഗൗരവമുള്ള കാര്യമല്ലേ? ഏകദേശം 1-1.5 മാസം മുമ്പാണ് കേരളത്തിലെ പ്രമുഖനായ ഒരു സലഫി പ്രഭാഷകൻ പരസ്യമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ പ്രചരിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹദ്ദാദ് റാത്തീബുകളും മാലമൗലിദുകളും ഒക്കെ ഓതുന്ന, പാരായണം ചെയ്യുന്ന പള്ളികളെ അമ്പലം എന്നാണ് വിളിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അമ്പലം എന്ന പ്രയോഗം അത്ര മോശപ്പെട്ട പ്രയോഗമൊന്നുമല്ല. അത് മറ്റൊരു മതവിഭാഗത്തിന് വിശ്വാസമാണ്, അവരുടെ ആരാധനാലയമാണ്. ഇനി ഒന്നിനെ ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് ഇഷ്ടപ്പെടാത്തതിന്റെ പര്യായപദമായിട്ട് ഉപയോഗിക്കേണ്ട പ്രയോഗമല്ല മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ. 2 ഗൗരവതരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഒന്ന്, മുസ്ലിം സമുദായത്തിന്റെ പള്ളികളെ, മസ്ജിദുകളെ വിശ്വാസാചാര അനുഷ്ഠാന ക്രമം അനുസരിച്ചുകൊണ്ട് പ്രാമാണികമായ ആചാരങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയമായിട്ട് പരാമർശിക്കപ്പെടുന്നു. മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു പദപ്രയോഗമാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരമത നിന്ദയാണ്. രണ്ടും നമ്മുടെ സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കറിയാം, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ സുന്നികളാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആളുകളാണ്. അത് നമ്മുടെ അവകാശവാദമല്ല. ഇവിടുത്തെ മുജാഹിദുകാരനും ജമാഅത്തുകാരനും എല്ലാ ബിദാരി പ്രസ്ഥാനക്കാരനും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. അങ്ങനെ ഇവിടുത്തെ വലിയൊരു വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചപ്പോ, നമ്മുടെ സമൂഹത്തിൽ അത് വ്യാപകമായി ചർച്ച ചെയ്തപ്പോ, ഈ ഉമ്മത്തിനു വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്ത് വാദക്കാരായ ആളുകൾ
എന്താണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് പറയാൻ വേദി ഒരുക്കി കൊടുത്ത ആളുകൾ, അവരെ കൊണ്ടു നടക്കുന്ന ആളുകൾ അതിനെ തിരുത്തണം എന്നൊരു പ്രസ്താവന നമ്മൾ കണ്ടില്ലല്ലോ. അങ്ങനെ പരാമർശം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഐക്യം, അതേപോലെ സമൂഹത്തിന്റെ യോജിപ്പ്, ഒരുമ എന്നൊക്കെ പറയുന്നത് അത് വൺ സൈഡ് ആയാൽ മാത്രം ശരിയാവുന്ന കാര്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. നമുക്കറിയാം, ഒരു ഭാഗത്ത് ആശയപരമായ കാര്യങ്ങളിൽ, ആ ആശയപരമായ അടിത്തറയിൽ സമുദായത്തെ അടിയുറപ്പിച്ച് നിർത്താൻ ആവശ്യമായ വിദ്യാഭ്യാസ സംരംഭങ്ങളും ബോധവൽക്കരണങ്ങളുമായിട്ട് ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ തന്നെ സമുദായത്തിന്റെ പൊതുവായൊരു വിഷയം വരുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ ഒരുമക്ക് വേണ്ടി, ഐക്യത്തിനു വേണ്ടി, കൂട്ടായ്മക്ക് വേണ്ടി വലിയ വിട്ടുവീഴ്ച ചെയ്ത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1980കളിലെ ശരീഅത്ത് വിവാദം, അതിന്റെ ചരിത്രമൊന്നും പറയേണ്ടതില്ല, നമ്മളെപ്പോഴും കേൾക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ശരീഅത്ത് വിവാദ കാലത്ത് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മയായിട്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ബാനറിൽ ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തതും ആ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശൈഖുനാ ശംസുൽ ഉലമയായിരുന്നു. അങ്ങനെ ബിദഈ പ്രസ്ഥാനങ്ങളുടെ കൂടെ വേദി പങ്കിട്ട് കഴിഞ്ഞാൽ, ബിദഈ പ്രസ്ഥാനങ്ങളോടൊപ്പം വേദി പങ്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആദർശം ചോർന്നു പോകുമെന്ന് സംഘടനക്കകത്തുള്ള ഒരു വിഭാഗം ഉന്നയിച്ചപ്പോ, സമ്മേളനം നാളെ തീരും, പക്ഷേ നാളെ മുതൽ ഞങ്ങളുടെ സംഘടനയിൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഭിന്നിപ്പുണ്ടാകും, അതുകൊണ്ട് തൽക്കാലം ശരീഅത്ത് സമ്മേളനം നിങ്ങൾ നടത്തിക്കോ, ഞങ്ങളതിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല സമസ്ത ചെയ്തത്. നേരെ മറിച്ച് സംഘടനാപരമായ നഷ്ടങ്ങളെക്കാൾ പ്രധാനം ഈ ഉമ്മത്തിന്റെ ഐക്യമാണെന്ന് കേരളീയ മുസ്ലിം സമൂഹത്തോട്, രാജ്യത്തെ സർക്കാരിനോട് വിളിച്ചു പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഒരിക്കലും അനൈക്യത്തിന് അവസരമുണ്ടാക്കുന്ന സമീപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു നിർബന്ധമുണ്ട്. ആ നിർബന്ധം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രസ്ഥാനം രൂപീകരിച്ചത് അഹ്ലുസുന്നത്ത് വൽ ജമാ എന്ന് പറയുന്ന ആദർശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പ്രസ്ഥാനത്തിന്റെ ഭരണഘടനയിലെ 1-ാമത്തെ വകുപ്പ് അതാണ്. 2-ാമതായിട്ട് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കെതിരായി വരുന്ന പ്രചാരണങ്ങളെ, ആശയപ്രചാരണങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നിയമവിധേയമായി പ്രതിരോധിക്കുക, ബിദഈ പ്രസ്ഥാനങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ പറയുന്ന പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. ഈ ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭംഗിയായി നിർവഹിച്ചതുകൊണ്ടാണ് കേരളീയ മുസ്ലിം സമൂഹത്തിനകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയെ ഭദ്രമായി സംരക്ഷിച്ചു നിർത്താൻ ഇത് നമുക്ക് സാധ്യമാകുന്നത്. ആ ഭദ്രത കൈവരിക്കണമെങ്കിൽ അതിന് അപവാദമായി നിൽക്കുന്ന, അതിന് മാർഗഭ്രംശം സംഭവിച്ചിട്ടുള്ള സംഘടനകളെക്കുറിച്ച്, ആശയങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് ഈ സമൂഹത്തിൽ തുറന്നു പറയേണ്ടി വരും. നമുക്കറിയാം, ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ബിദഈ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന പുതിയൊരു പ്രവണത, അത് കേരളത്തിൽ മാത്രമല്ല ആഗോളാടിസ്ഥാനത്തിൽ വഹാബിസത്തിന്റെ ആശയപ്രചരണങ്ങളിലൂടെ ഉയർന്നു വന്ന് കേരളത്തിലും അതിന് സ്വാധീനമുണ്ടായി. മുമ്പൊന്നും കേൾക്കാത്ത രീതിയിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനകത്ത് 2 കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നു. ഒരു കാഴ്ചപ്പാട് എന്താണെന്നറിയോ? നമ്മളിവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ മതവിഭാഗങ്ങളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ്. ഇത്തരം ഒരു നാട്ടിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. അതിന് കാരണം എന്താണ്? വ്യത്യസ്ത മതങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതത്തോടുകൂടി യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശുദ്ധമായ ഇസ്ലാം ഉള്ള നാട്ടിലേക്ക്, ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകലാണ് അഭികാമ്യം എന്ന് ഇവിടെ പഠിപ്പിക്കപ്പെട്ടു. ഏതെങ്കിലും ആള് ഫേസ്ബുക്കിൽ എഴുതിയതല്ല ഞാൻ പറഞ്ഞത്. അത് വ്യാപകമായി പഠിപ്പിക്കപ്പെട്ടു, എഴുതപ്പെട്ടു, ബോധവൽക്കരണങ്ങൾ നടന്നു. സൗദി അറേബ്യയിലെ ഷെയ്ഖ് ഫൗസാനെ പോലെയുള്ള ആളുകളുടെ അധ്യാപനങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കപ്പെട്ടു. അപ്പൊ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കണമെങ്കിൽ കേരളത്തെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഈ പഠനവും ഈ അധ്യാപനം കേട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് കുറച്ച് ആളുകൾ സിറിയയിലെ ദമ്മാജിലേക്ക് ഹിജറ പോയി.
അവരെയാണ് ദമ്മാജ് സലഫികൾ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. സിറിയയിലേക്ക് ഹിജറ പോയി. എന്തിനാ ഹിജറ പോയത്? ജോലിക്ക് പോയതല്ല, വരുമാനം ഉണ്ടാക്കാൻ പോയതല്ല. കേരളത്തെ പോലെയുള്ള എൻ്റെ അയൽവാസി ക്രിസ്ത്യാനി, ഇങ്ങനെ വീട് ഹിന്ദുവിൻ്റേത്, മുൻപിലെ വീട് അവിശ്വാസിയുടേത്, മറ്റു പല സമുദായക്കാരും വ്യത്യസ്ത സംസ്കാരക്കാർ, അവിടെ പൂരം നടക്കുന്നു, അവിടെ പൂരാഘോഷം നടക്കുന്നു, അവിടെ ചർച്ചിലെ മറ്റു ആഘോഷങ്ങൾ നടക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമുള്ള നാട്ടിലേക്ക് ഹിജറ പോയെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ. ഇത് പഠിപ്പിക്കപ്പെട്ടു നമ്മുടെ കേരളത്തിൽ. ഇത് പഠിച്ച് ഒരു വിഭാഗം ആളുകൾ ഇവിടുന്ന് ഹിജറ പോയി, ദമ്മാജിലേക്ക് ഹിജറ പോയി. 100 കണക്കിന് ആളുകൾ ഇങ്ങനെ ഹിജറ പോയി എന്നത് ഔദ്യോഗികമായ കണക്കാണ്, സ്ഥിരീകരിക്കപ്പെട്ടതാണല്ലോ. അങ്ങനെ ഒരു വിഭാഗം ഹിജറ പോയി. എല്ലാവർക്കും ഹിജറ പോകാൻ കഴിയില്ല. കാരണം സിറിയയിലേക്ക് ഹിജറ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തിക ചെലവുള്ള കാര്യമാണ്. അപ്പോൾ വലിയ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഹിജറ പോകാൻ കഴിയാത്ത ആളുകൾക്ക് ഈ ദമ്മാജ് സലഫികൾ ഇവിടെ ഹിജറ പോകാം കേരളത്തിൽ തന്നെ ഒരു പ്രധാന കേന്ദ്രം ഉണ്ടാക്കി. നിലമ്പൂരിനടുത്ത് അത്തിക്കാട് എന്ന് ഒരു പേരുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ചെറിയ കൊച്ചു കൂരകളൊക്കെ ഉണ്ടാക്കിയിട്ട് താമസിക്കാൻ തുടങ്ങി. ഇവിടുന്ന് ഹിജറ പോയാലാണ്. വിസയും ടിക്കറ്റ് ഒന്നും കൊടുത്ത് ഹിജറ പോകാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്ക് വഴിക്കടവ് KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിലമ്പൂരിൽ പോയി ഇറങ്ങാം, അവിടുന്ന് അത്തിക്കാട്ട് കാട്ടിലേക്ക് എത്താം. ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെയുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ അവിടെ ആടിനെ നോക്കി ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ നോക്കിയിട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അത് റസൂലുള്ളാഹിന്റെ സുന്നത്തും കൂടിയാണ്. അങ്ങനെ ഉണ്ടായല്ലോ. ദമ്മാജ് സലഫികൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് അത്തിക്കാട്ട് കാട്ടിൽ മാസങ്ങളോളം ദമ്മാജ് സലഫികൾ അങ്ങനെ ആരുമായി ബന്ധമില്ലാതെ ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതത്തിൽ ജീവിക്കാനും മരിക്കാനും വേണ്ടിയിട്ട് ഹിജറ പോയി. ഒരു വിഭാഗം അങ്ങനെ. മറ്റൊരു വിഭാഗം ഉയർന്നു വന്നത് എന്താണ്? ആഗോളതലത്തിൽ ഒരു ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാകണം. ആ ഇസ്ലാമിക ഖിലാഫത്ത് പ്രഖ്യാപിച്ചയാളാണ് അബൂബക്കർ ബഗ്ദാദി. ISIS എന്ന് പറയുന്ന സംഘടന, ലോകത്തറിയപ്പെട്ട ഭീകര സംഘടന. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഏതാനും ചെറുപ്പക്കാരെ കേരളത്തിൽ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടു. പല ആളുകളും ISലേക്ക് പോയി. പാകിസ്ഥാനിൽ പോകുന്നു, ചില ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു, ചില സിറിയയിൽ പോകുന്നു, ഇറാഖിൽ പോകുന്നു. അങ്ങോട്ട് പോയിട്ട് അവിടെ അള്ളാഹുവിന് വേണ്ടിയിട്ട്, ദീനിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായിട്ട് ISISന്റെ വളണ്ടിയർമാരായിട്ട് ചാവേറുകളായി പോകുന്നു. സ്ഫോടനത്തിൽ പല ആളുകളും മരണപ്പെടുന്നു. നല്ല അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, ഇവിടെ ജോലിയുള്ള ആളുകൾ, ഇവിടെ വരുമാനമുള്ള ആളുകൾ, അവരെ പെട്ടെന്ന് കാണാനില്ല. പിന്നെ ആഴ്ചകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷമാണ് വിവരം വരുന്നത്, ഞാൻ അഫ്ഗാനിസ്ഥാനിലുണ്ട്, ഞാൻ അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടി വന്നതാണ്. ചില ദിവസങ്ങൾ കാണാം അവിടുന്ന് മെസ്സേജ്, ആ രാജ്യത്തെ എംബസിയിൽ നിന്ന് ഇന്ത്യൻ എംബസിയിലേക്ക് മെസ്സേജ് കിട്ടും, ഇന്ത്യൻ എംബസിയിൽ നിന്ന് കുടുംബങ്ങൾക്ക് മെസ്സേജ് കിട്ടും, നിങ്ങളുടെ മകൻ കുടുംബസമേതം അവിടെ എത്തിയിരുന്നു, അദ്ദേഹം ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നിരുന്നു, സ്ഫോടനത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. 2 വിഭാഗം ആളുകൾ ഞാൻ ഈ പറഞ്ഞ, ഒന്ന് ഹിജറ പോകുന്ന കൂട്ടർ, മറ്റൊന്ന് ISന്റെ ചാവേറുകളായി പോകുന്ന കൂട്ടർ. ഈ 2 വിഭാഗം ആളുകളെ ഞാൻ ഇവിടുത്തെ മുജാഹിദ് സംഘടനകളെ വിമർശിക്കുന്നില്ല. കാരണം ഈ 2 വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും ഇവിടെ മുജാഹിദ് വിഭാഗത്തിന്റെ മുഖ്യധാരാ സംഘടനകൾ, പ്രത്യേകിച്ച് ISIS എന്ന് പറയുന്ന സംഘടനയെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞതും വിമർശിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ഈ 2 കാഴ്ചപ്പാടുകളും രൂപം കൊണ്ടത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയത്തിൽ നിന്നല്ല. ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകളിലോ സ്ഥാപനങ്ങളിലോ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിച്ചവരോ അല്ല. ഈ 2 ആശയവും രൂപപ്പെട്ടത് സാക്ഷാൽ വഹാബിസത്തിൽ നിന്നാണ്. വഹാബി ആശയ പ്രചാരകരായിരുന്നു ഇതിന്റെ പ്രചാരകർ. കേരളത്തിലെ ശംസുദ്ദീൻ പാലത്ത് പോലെയുള്ള, മുജാഹിദ് ബാലുശ്ശേരി പോലെയുള്ള, സുബൈർ മങ്കട പോലെയുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന മുജാഹിദ് പ്രഭാഷകരായിരുന്നു ഇതിന്റെ പ്രചോദകന്മാർ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മുസ്ലിം സമുദായത്തിനകത്ത് ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു കൂട്ടർ ഹിജറ പോകുന്നു, മറ്റൊരു കൂട്ടർ ചാവേറാകാൻ പോകുന്നു.
ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കപ്പെടുകയും അതിൽ ആകൃഷ്ടരായിട്ട് കുറച്ചാളുകൾ ഹിജറ പോകാനും കുറച്ചാളുകൾ ഷഹീദാകാനും വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ ഇത് ഇസ്ലാമികമല്ല, ഇതിന് പ്രചോദനം നൽകുന്ന വഹാബി ആശയത്തെ ഇതിനെതിരെ ജാഗ്രത പാലിക്കണം, ഇതിനെതിരെ മുസ്ലിം സമുദായം ജാഗ്രത പാലിക്കണം, ഇത് അപകടകരമാണ് എന്ന് വിളിച്ചു പറയാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട്. ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞാൽ അത് മുസ്ലിം സമുദായം ഭിന്നിപ്പിക്കലാണോ? ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞാൽ അത് സമുദായത്തിൽ അനൈക്യമുണ്ടാക്കലാണോ? ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആവശ്യാനുസരണം ഉത്ബോധനം നടത്തിയാൽ അത് സമുദായത്തിൽ സങ്കുചിതമായ വാദമുയർത്തലാണോ? അല്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ദീനിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടേണ്ട മഹാന്മാരായ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി വിശേഷിപ്പിക്കപ്പെടുന്ന പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചത്. അല്ലാതെ സമസ്ത ഇവിടെ അനാവശ്യമായി ഭിന്നിപ്പുണ്ടാക്കാൻ വന്നിട്ടില്ല. അപകടകരമായ ആശയങ്ങൾ ഇത് മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി ബാധിക്കും. അതിനപ്പുറം ഇസ്ലാമിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു, നമ്മുടെ രാജ്യത്തിന്റെ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിനെതിരെ ഇവിടെ സംഘപരിവാർ ശക്തികളും ലോകത്ത് ഇസ്ലാമോഫോബിയ എന്നൊരു കാഴ്ചപ്പാടത്തിന് ഉണ്ടാക്കി സകല മുസ്ലിം വിരോധികളും ഇസ്ലാമിക വിരുദ്ധാശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാം ഭീകരവാദമാണ്, ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാമിൽ എല്ലാ അർത്ഥത്തിലും ഉൾച്ചേർന്നിരിക്കുന്ന സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സൗഹൃദത്തിന്റെയും അധ്യാപനങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത് ഈ കാലത്ത് പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്തോ ഒരു അപകടകരമായ പ്രത്യയശാസ്ത്രമാണെന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം വിരുദ്ധ പ്രചാരകർക്ക് ആവശ്യമായ മരുന്നിട്ട് കൊടുക്കുന്ന ആശയപ്രചാരണങ്ങൾ ഇവിടെ വഹാബി ആശയത്തിന്റെ ഭാഗത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം പണ്ഡിത സഭകൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ മുസ്ലിം സമുദായമെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ വൃത്തികേടുകളെയും സംരക്ഷിക്കുന്നവരാണ് എന്നിവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും തിരിച്ചറിയും, മനസ്സിലാക്കും. അപകടകരമാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയമാണല്ലോ തൗഹീദ്. ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ തൗഹീദിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബന്ധപ്പെട്ട വിഷയമുണ്ടായി. ഒരു സംഘടനയല്ല, ഒരു സംഘടനാ പ്രശ്നമാണ്. ഉണ്ടാകുന്നു എന്ന ഘട്ടം വന്ന സമയത്ത് ഒരു ദിവസം മധ്യസ്ഥന്മാരുടെ ചർച്ച നടക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് അസർ നിസ്കാരത്തിന് ശേഷം കോഴിക്കോട് ചർച്ച നിശ്ചയിച്ചു. ആ ചർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും കോഴിക്കോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 4 മണിക്കാണ് ചർച്ച. 2:30 മണിക്ക്, അതിൻ്റെ മുമ്പ് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഏകപക്ഷീയമായിട്ടൊരു കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചു. എന്നാ പിന്നെ ചർച്ച പൊളിക്കാലോ. ഇത്രയും ധിക്കാരപരമായ സമീപനങ്ങളാണ് ഇവർ സ്വീകരിച്ചത്. ഒരു സാമാന്യ ബോധമുള്ള, സംഘടനാ ബോധമൊന്നും വേണ്ട, ഒരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിക്ക് ചിന്തിച്ചാൽ അറിയാം ഇത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് പിന്നെ സമസ്ത എന്താ ചെയ്യേണ്ടത്. ഇത് ശരിയല്ല, ഇത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കും അച്ചടക്കവും പാലിക്കുന്നവരല്ല എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, അറിയിക്കുക, ആ ഭാഗം മുറിച്ചു മാറ്റുക എന്നല്ലാതെ മറ്റു വഴികളില്ല. കാരണം ഇതിനെ താങ്ങി നടന്നാൽ ഇതിനേക്കാൾ വലിയ ഭവിഷ്യത്തുകളാണ് ഭാവിയിലുണ്ടാവുക. തീരുമാനമൊക്കെ പ്രഖ്യാപിച്ചു. തീരുമാനം പ്രഖ്യാപനം വന്ന സമയത്തിന് പിറ്റേ ദിവസം ഇതിന്റെ ബന്ധപ്പെട്ട കഥാപാത്രം മലപ്പുറത്ത് വാർത്താ സമ്മേളനം വിളിച്ചു. എല്ലാവരും ആശങ്കിച്ചതിനേക്കാൾ കൂടുതൽ വ്യക്തമായി, സമസ്തക്കൊരു വിശദീകരണത്തിന്റെ പോലും ആവശ്യമില്ലാത്ത വിധം ഞാൻ സമസ്തയാണ്, ഞാൻ സുന്നിയാണ്, ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നയാളാണ്, എൻ്റെ സുന്നത്ത് ജമാഅത്തിന് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ആളാണ് പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, സമസ്ത ശുദ്ധീകരിക്കണം. സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ്. സമസ്തയുടെ ഡ്രൈവർമാർ ശരിയല്ല. എന്തൊക്കെയോ പ്രയോഗങ്ങളാണ് നടത്തിയത്, എത്ര വൃത്തികെട്ട പരാമർശങ്ങളാണ് നടത്തിയത്. സമസ്തയെക്കുറിച്ച് യാഥാസ്ഥിക സംഘടന എന്ന് സാധാരണ 100 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാരാണ്? കേരളത്തിലെ ബിദഈ പ്രസ്ഥാനങ്ങൾ. സമസ്ത യാഥാസ്ഥികരെന്ന് വിളിക്കുന്നവർ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാരാണ്. സമസ്ത വിഭാവന ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅ അന്ധവിശ്വാസങ്ങളാണ്, അനാചാരങ്ങളാണ്, ജീർണതകളാണ്,
ആ സമുദായത്തെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾ വിഭാവന ചെയ്യുന്ന തൗഹീദ് വേണം. ഈ ശുദ്ധീകരണ വാദം ഉയർത്തുന്ന ആരാണ്? ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാരാണ്. അവരുടെ അതേ ഭാഷയിൽ ഞാൻ അതിൻ്റെ പേരിൽ ആ വാക്കുകളും പ്രയോഗങ്ങളും നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ബിദഈ പ്രസ്ഥാനക്കാർ കാലങ്ങളായി സമസ്തയുടെയും അതിൻ്റെ പണ്ഡിതന്മാർക്കെതിരെ ഉന്നയിക്കുന്ന ഭാഷയിലും ശൈലിയിലും പരസ്യമായി സമസ്തക്കെതിരായിട്ടുള്ള വിശദീകരണങ്ങൾ നടത്താനും ആരോപണം ഉന്നയിക്കാനും ഇവർ രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഈ വ്യക്തിക്ക് പങ്കാളിത്തമുള്ള ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങളുമായി സമസ്തക്കും പോഷകഘടകങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രഖ്യാപനമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് സമസ്തയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും ഒരു സംഘടനയെക്കുറിച്ചും ഒരു സ്ഥാപനത്തെക്കുറിച്ചും ഒരു സംവിധാനത്തെക്കുറിച്ചും അസൂയ വെക്കേണ്ട ഗതികേടൊന്നുമില്ല. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഏത് സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും ആ സംവിധാനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനമാകണം. അത് ചെവിക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ അതിർവരമ്പുകൾക്ക് പുറത്തായിട്ട് നിൽക്കുകയല്ലാതെ മറ്റു പരിഹാരമില്ല എന്ന് ഏത് സാധാരണ ബുദ്ധി കൊണ്ടും തിരിച്ചറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയണം. പക്ഷേ ഇതെല്ലാം വളരെ തന്ത്രപരമായിട്ട് മൂടി വെച്ചുകൊണ്ട് ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ എന്തൊക്കെയോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി വ്യാപകമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും സഹപ്രവർത്തകരെയും ഒക്കെ പരസ്പരം തെറ്റിദ്ധരിപ്പിച്ച് മഹല്ലുകളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലൊക്കെ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ശ്രമമാണ് എന്ന് ഏകദേശം ഇപ്പോൾ എല്ലാ ആളുകൾക്കും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതല്ല, ഇതിന്റെ മറവിൽ മറ്റൊരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി എല്ലാവരുടെയും ശ്രദ്ധ ആ ദിശയിലേക്ക് തിരിയുമ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന തന്ത്രമാണ് ഇവർ പയറ്റിയിരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതം ശരിയല്ല, കൈത്താങ് ഫണ്ട് ശേഖരണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ എല്ലാ നന്മ നിറഞ്ഞ സംരംഭങ്ങളെയും മോശമാക്കാനും അപകീർത്തിപ്പെടുത്താനും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ധാരാളം വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങി അതിലൂടെയൊക്കെ വ്യാപകമായ ദുഷ്പ്രചരണം നടത്തുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാരും പണ്ഡിത ബിരുദധാരികളുമായിട്ടുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് വളരെ ഖേദകരമായ സംഗതി. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏത് കാലത്താണെങ്കിലും ഈ 98 കൊല്ലത്തിനിടയിൽ സമുദായത്തിനകത്ത് എന്ത് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ സമസ്തയുടെ മാത്രമല്ല സമുദായത്തിന്റെ കൂടി നന്മ ലാക്കാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനമേ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനവും തിരുത്തേണ്ടി വന്നു എന്ന് ഈ കാലത്തിനിടയിൽ എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കുമൊക്കെ ചെവിയോർത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളെയും മറ്റുമൊക്കെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെ അങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ സമൂഹത്തിനുണ്ടായിട്ടുള്ള എല്ലാ നന്മകളെയും സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് പൂർവോപരി ശക്തിയോടുകൂടി നമ്മുടെ ദീനീ ദഅവ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ച ചങ്ങരംകുളം മേഖലാ SKSF ഭാരവാഹികളെ, ഇതിൻ്റെ സംഘാടക സമിതിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ നിന്ന് ഏറ്റവും നല്ല സൽക്രമമായി ഈ സംഗമത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.